മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇരിട്ടി താലൂക്ക് സമ്മേളനം മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സണ്ണി ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഗവൺമെന്റോ സഹകരണ ഡിപ്പാർട്ട്മെന്റോ ഒന്നും തയ്യാറാകാതിരുന്ന സമയത്ത് സഹകരണ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു സംഘടന തന്നെയാണ് എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഏത് ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോഴും UDFന്റെ ഗവൺമെന്റ് ആകട്ടെ LDF ഗവൺമെന്റ് ആകട്ടെ ഏത് ഗവൺമെന്റുകളുടെ കാലത്തും സഹകരണ ജീവനക്കാരുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ എംപ്ലോയീസ് ഫ്രണ്ടിന് സാധിച്ചു. ചിലപ്പോഴൊക്കെ മാനേജ്മെന്റുകളുമായും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടും അത്തരം കാര്യങ്ങളിൽ തർക്കിച്ച് പോലും നിലപാടെടുക്കാൻ ഭരണകക്ഷി എന്ന നിലയിൽ ചില പരിമിതികളുണ്ട് സമരങ്ങൾക്കും നിലപാടുകൾക്കും എന്ന് പറയുമ്പോഴും ആ രാഷ്ട്രീയ പരിമിതിക്കപ്പുറത്ത് ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തവും ശക്തവും യുക്തവുമായ നിലപാടുകൾ സ്വീകരിച്ച സംഘടന തന്നെയാണ് എംപ്ലോയീസ് ഫ്രണ്ട് എന്ന കാര്യത്തിൽ സംശയം. താലൂക്ക് പ്രസിഡന്റ് RK നവീൻ കുമാർ അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായ വിതരണം കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. A. നാസർ പഠന ക്ലാസ് എടുത്തു. സുനിൽ സെബാസ്റ്റ്യൻ, K. രാധ, AK രാജേഷ്, C. ഷിജു, P. രാഘവൻ, K. തങ്കച്ചൻ, K. സജീവ് കുമാർ, അഗീഷ് കാടാച്ചിറ, M. രാജീവൻ, PM മുരളീധരൻ, V. സുരേഷ് ബാബു, KV ശ്രീകാന്ത്, MT ബിനു, P. പുഷ്പജ, PV ശോഭ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഫ്യൂഷൻ ഡാൻസും അരങ്ങേറി. റിട്ടേണിംഗ് ഓഫീസർ TK ശശികുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.